ചന്തേരി സിൽക്ക് ഫാബ്രിക്കിൽ ഡിജിറ്റൽ പ്രിൻറ്റ് ചെയ്തിട്ടുള്ള പ്രീമിയം കുർത്തീസിൻ്റെ കളക്ഷൻസാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഒരു പാർട്ടി വെയർ ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ടോപ്സാണ് കാണിക്കുന്നത്. ബുക്കിംഗ്സ് സൈറ്റ് വന്ന് ചെയ്യുക. www.glitzindia.com ആണ് സൈറ്റ് ബുക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സൈറ്റ് എത്താൻ പറ്റും. നമ്മുടെ നമ്പേഴ്സ് വരുന്നത് 9562251075 ആൻഡ് 8075551153. എന്തെങ്കിലും ഡൗട്ടോ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. 38 to 46 സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് കുർത്തി വരുന്നത് ഇതുപോലെ ബ്ലൂ ആണ്. നല്ലൊരു ഡിജിറ്റൽ പ്രിൻ്റാണ് ചെയ്തേക്കുന്നത്. നെക്ക് പാറ്റേൺ കണ്ടോ, നല്ല ടൈം എടുത്ത് ചെയ്തേക്കുന്ന ഒരു പാറ്റേൺ ആണ്. ഇതുപോലെ ക്രോഷ്യോ ലേസ്, ഒരു ലാവൻഡർ ഷെയ്ഡിലുള്ള ലേസ് അറ്റാച്ച് ചെയ്തേക്കും. മിഡിൽ പോർഷനിൽ പോട്ടലി ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഫിനിഷിങ് സ്റ്റിച്ചിങ്ങിലാണ് വന്നേക്കുന്നത്. ഇതുപോലെ വൺ സൈഡിൽ ചെറിയ പിൻടെക്സ് കൊടുത്തിട്ടുണ്ട്, ഈ സൈഡിൽ ചെറിയ ലേസും കൊടുത്തിട്ടുണ്ട്. അതുപോലെയാണ് രണ്ട് സൈഡിൽ ഒരു 3 പീസ് പാനൽ പോലെയാണ് കട്ടിങ് വന്നേക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1279 ആണ്. സ്ലീവ്സിന് എൻഡിലും ഇതുപോലെ തന്നെ ക്രോഷ്യോ ലേസ് കൊടുത്തിട്ടുള്ളൊരു പാറ്റേൺ. സ്ലിറ്റഡ് സ്ട്രെയിറ്റ് കട്ടാണ്. വൺ സൈഡ് പോക്കറ്റ്സും വെച്ചിട്ടുണ്ട്. സ്റ്റൈലിഷ് ആയിട്ടുള്ള ടോപ്പാണ്. 38 to 46 സൈസ് അവൈലബിൾ. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ്. സെയിം പാറ്റേൺ തന്നെ, നല്ല ഭംഗിയുള്ള നെക്ക് പാറ്റേണും സ്ലീവ്സിന് എൻഡിലും ഒക്കെ ഒരു ക്രോഷ്യോ ലേസ് കൊടുത്തിട്ടുണ്ട്. സ്ലിറ്റഡ് ആണ്, സ്ട്രെയിറ്റ് കട്ട്, പോക്കറ്റ്സ് വെച്ചിട്ടുണ്ട്. 38 to 46 സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾക്കൊരു പാർട്ടി വെയർ ആയിട്ട് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ വർക്ക് ഉണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ചെറിയ ബൂട്ടി ഡിസൈനും കൂടി പോയിട്ടുണ്ട്. ഒരു ഗോൾഡൻ ത്രെഡ് വെച്ചിട്ടുള്ളൊരു ബൂട്ടി ഡിസൈനും കൂടെ ഫാബ്രിക്കിൽ പോയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള പാറ്റേൺ. 1279 റേഞ്ച്. ഇപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ പിങ്ക് ബോട്ടം പെയർ ചെയ്യാം, അല്ലെങ്കിൽ യെല്ലോ പെയർ ചെയ്യാം. അങ്ങനെ ബോട്ടം സെയിം കളർ വേണമെങ്കിലും പെയർ ചെയ്തിട്ട് ഇട്ടാട്ടോ. ഇപ്പം ഞാൻ കോമൺ ആയിട്ട് വൈറ്റ് ഇട്ടെന്നേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ ചേർന്ന് ബോട്ടം കൂടി ഇട്ട് കഴിയുമ്പോൾ അടിപൊളിയായിരിക്കും. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ഐവറി ഷെയ്ഡിൽ പിങ്കും പീച്ചും കൂടി ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് ഒരു ഡിജിറ്റൽ പ്രിൻറ്റും ലേസും ഒക്കെ വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ള പാറ്റേൺ. ഇതുപോലെ ഇങ്ങനെ വന്നിട്ട് പോട്ടലി ബട്ടൺ ഈ രണ്ട് സൈഡിലും ലേസ് കൊടുത്തിട്ടുണ്ട്. പിൻ ടക്സും കൊടുത്തിട്ടുണ്ട്. നല്ല ഫിനിഷിങ് സ്റ്റിച്ചിങ് ആണ്. സ്ലിറ്റഡ് സ്ട്രെയിറ്റ് കട്ടാണ് വരുന്നത്. പോക്കറ്റ്സ് വെച്ചിട്ടുണ്ട്. 1279 ആണ് റേറ്റ്. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെ. 38 to 46 സൈസാണ് അവൈലബിൾ. നെക്സ്റ്റ് വൺ വരുന്നത് ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. റോസ് ഗോൾഡ് കളർ എന്ന് പറയാം. ഞാനിപ്പോൾ വേറെ ചെയ്തേക്കുന്ന ബോട്ടത്തിൻ്റെ അതേ കളർ തന്നെ. നിങ്ങൾക്ക് ആ ഒരു ബോട്ടം പെയർ ചെയ്താൽ നല്ലതായിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല അങ്ങനത്തെ ബോട്ടം എല്ലാത്തിൻ്റെ കൂടെ മാച്ച് ആവുന്നതാ. ഇതുപോലെ ഗ്രീനാണ് ഇതിനകത്ത് വർക്കൊക്കെ വന്നേക്കുന്നത്. ആ ഒരു ലേസ് വന്നേക്കുന്നത് ഗ്രീൻ കളറാണ് കേട്ടോ. സ്ലീവ്സിനുള്ളിൽ ഇതുപോലെ സെയിം പാറ്റേൺ തന്നെ. 38 to 46 സൈസ് അവൈലബിൾ ആണ്. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. സെയിം ഫാബ്രിക്കാണ്. യോക്കിൽ ഇതുപോലെ പിൻടെക്സ് കൊടുത്തിട്ടുണ്ട്. ലേസ് അറ്റാച്ച് ചെയ്തേക്കും. ഇതുപോലൊരു ബക്കറ്റ് ഷേപ്പ് യോക്ക്. നല്ല ഭംഗിയുള്ള പ്രിൻറ്റ് അതിൽ കണ്ട. ചെറിയ ബൂട്ടി ഡിസൈനും കൂടി വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള പാറ്റേൺ. 1379 ആണ് കേട്ടോ റേഞ്ച് വരുന്നത്. 1349 ആണ് റേറ്റ്. നല്ല രസമുള്ളൊരു പാറ്റേൺ ആണ്. സ്ട്രെയിറ്റ് കട്ട് സ്ലിറ്റഡ് ആണ് വരുന്നത്. വൺ സൈഡിൽ പോക്കറ്റ്സും വെച്ചിട്ടുണ്ട്. സ്റ്റൈലിഷ് ആയിട്ടുള്ള ഏറ്റവും നിങ്ങൾക്ക് പിങ്ക് ബോട്ടോ അല്ലെങ്കിൽ ഒരു പീച്ചിഷ് പിങ്ക് കളറാണ് ഇത്. ആ ഒരു ഡാർക്ക് ടോണിലുള്ളൊരു ബോട്ടോ ഇട്ടാലും നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ചെറിയ പാർട്ടിക്കൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ടോപ്പാണ്. പ്രീമിയം ആയിട്ടുള്ള കുർത്തി കേട്ടോ. നല്ലൊരു ഫ്ലോറൽ പ്രിൻറ്റഡ്. നിങ്ങൾക്ക് ഇതൊരു പാർട്ടി വെയർ ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ്. ഫാബ്രിക് വന്നിരിക്കുന്ന ഒരു ചന്തേരി സിൽക്ക് ഫാബ്രിക്കാണ് കേട്ടോ. യോക്കിൽ ഇതുപോലെ ഒരു ക്രോഷ്യോ ലേസ് വെച്ചിട്ടുള്ള പാറ്റേൺ. സ്ലീവ്സും ഒക്കെ നല്ല ഫിനിഷിങ്ങിൽ ചെയ്തിട്ടുള്ള നല്ല സ്റ്റിച്ചിങ്ങിൽ വന്നിട്ടുള്ള കുർത്തിയാണ്. 1279 ആണ് റേറ്റ്. നെക്ക് പാറ്റേൺ കണ്ടോ. ഇതുപോലെ നല്ലൊരു ക്രോഷ്യോ ലേസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മിഡിൽ പോർഷനിലൊരു പാനൽ കട്ടിങ് പോലെ ആ ഒരു ലേസ് മിഡിൽ പോർഷനിലും കൂടി കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ക്ലാസി ആയിട്ടുള്ളൊരു കുർത്തിയാണ്. നോർമൽ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഒരു പാർട്ടി ചെറിയൊരു ഫംഗ്ഷന് വേണമെങ്കിൽ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ. ബാക്ക് പോർഷൻ ഇതുപോലെ. സ്ലീവ്സിന് എൻഡിൽ ഇങ്ങനെ ഒരു ലേസ് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട്. നല്ല സ്റ്റിച്ചിങ്ങിലാണ് ഇത് വന്നേക്കുന്നത്. ഫിനിഷിങ്ങിലാണ് വന്നേക്കുന്നത്. 1279 റേറ്റ്. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ്. ഫ്ലോറൽ പ്രിൻറ്റ് വന്നിട്ട് മിഡിൽ പോർഷനിൽ ആ ഒരു ലേസ് പാറ്റേണും ഒക്കെ ചെയ്തിട്ടുണ്ട്. മിഡിൽ പോർഷനിൽ ഇങ്ങനത്തെ ഒരു ലേസ് പാറ്റേൺ. നല്ല രസമുള്ള കുർത്തിയാണ്. 1279 ആണ് റേറ്റ് വരുന്നത്. സ്ലിറ്റഡ് സ്ട്രെയിറ്റ് കട്ടായിട്ട് വന്നേക്കുന്നത്. വിത്ത് ലൈനിങ് ഉണ്ട്. സ്ലീവ്സിന് എല്ലാം ഇതുപോലെ ഒരു ലേസ് കൊടുത്തിട്ട് കട്ടിങ് കൊടുത്തേക്ക് നല്ല ക്ലാസി ആയിട്ടുള്ള കുർത്തിയാണ്. 38 to 44 അല്ലെങ്കിൽ 46 സൈസാണ് അവൈലബിൾ. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതാണ് കളക്ഷൻസ്. ഇതിൽ ഏതെങ്കിലും വേണമെന്നാണെങ്കിൽ സൈറ്റ് തന്നെ ബുക്ക് ചെയ്യുക. www.glitzindia.com ആണ് സൈറ്റ് ഐ ഡി. താങ്ക് യു സോ മച്ച്. സീ യു വിത്ത് അതർ വീഡിയോ.
നമ്മുടെ സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് ത്രൂ എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ID എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല, ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. 3 ഓപ്ഷൻസ് ആണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റലാണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും. അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക. നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടുന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണമെന്നാണെങ്കിൽ ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് അങ്ങ് ഡയറക്റ്റ് അവിടുന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ, ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ IDയിലേക്ക് മെയിൽ ചെയ്യാം. അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.